ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പം മുത്തുമണികളെ, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ മലയാളം ടെസ്റ്റിൽ പഠിക്കാൻ ഉഷാറായൊരു പാഠഭാഗമില്ലേ? ഏതാണ്? ഒപ്പം ഇടിക്കുന്നത് അല്ലേ? ഒപ്പം ഇടിക്കുന്നത്. നമ്മുടെ മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവിയായ അയ്യപ്പ പണിക്കരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ ബോധങ്ങളെ നമുക്ക് മുന്നിൽ വിളിച്ചോതുന്ന സുന്ദരമായ സമകാലിക കാലത്ത് വളരെയധികം പ്രസക്തമായ കവിതയാണ് ഒപ്പം മിടിക്കുന്നത്. എന്താണ് മക്കളെ? ഒപ്പം ഇടിക്കുന്നത്. മക്കളെ, ആരാണ് നമ്മുടെ ഒപ്പം ഇടിക്കുന്നത്? അപ്പം അറിയാം, എൻ്റെ അനിയൻ എൻ്റെ കൂടെ ഇടികൂടും, എൻ്റെ അച്ഛൻ ചിലപ്പോൾ എന്നോട് ഇടികൂടും, പിന്നെ എൻ്റെ സുഹൃത്ത് ഇടികൂടും. അതാണ് ഒപ്പം ഇടിക്കുക എന്ന് പറഞ്ഞാൽ. ഒരിക്കലുമല്ല. ഒപ്പം ഇടിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടാകും എന്നർത്ഥം. അതാരാണ് മക്കളെ? നമ്മുടെ ഹൃദയം അല്ലേ? എൻ ഫ്രണ്ട പോലെ യാറ് മച്ചാ എന്ന് പാട്ട് കേട്ടിനോ? എൻ അൻപനെ പോൽ യാറുമില്ലേ ഇന്ത ഭൂമിയിലെ. അതേപോലെ നമ്മുടെ നൻപനായിരിക്കുന്ന അല്ലേ, അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത് പറയുന്ന പോലെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായി നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങായി ഉണ്ട് നമ്മുടെ കൂടെ. ആരാ മക്കളെ അത്? നമ്മുടെ ഹൃദയം അല്ലേ? നമ്മുടെ ഹൃദയമാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സംഭവം. ബാക്കി ആരും ഇല്ലെങ്കിലും, ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങിയാൽ പോലും നമ്മളെ ഉറങ്ങുമ്പോഴും ഉണർന്നിരുന്ന് നമ്മുടെ ജീവൻ കാക്കുന്ന ഒരു അവയവമാണ് ഹൃദയം. ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഹൃദയം ഇടിക്കുക? 72 സെക്കൻഡ് അല്ലേ? ഈ 72 സെക്കൻഡ് 72 പ്രാവശ്യം ഇടിക്കുന്ന ഈ ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ഇടിക്കുന്ന ഈ ഹൃദയം ഇടിക്കാതിരുന്നാൽ പോരടാ നമ്മളെ പണി തീരാൻ. അപ്പോൾ ഈ കവിതയിൽ അയ്യപ്പ പണിക്കർ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ആവലാതികൾ, ഹൃദയത്തിൻ്റെ ദുഃഖം കേൾക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും, എൻ്റെ ദുഃഖങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും, എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ നിന്നെ അറിയാതെ പോയല്ലോ ഹൃദയമേ എന്ന് കവി പറയുകയാണ്. പക്ഷേ ഈ കവിതയിൽ ഹൃദയത്തെക്കുറിച്ച് കവി പറയുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട മുത്തുമണികളെ, ഇവിടെ ഹൃദയമായിട്ട് കടന്നു വരുന്നത് വെറും ഹൃദയം മാത്രമല്ല. ഹൃദയം പോലെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന, ഹൃദയം പോലെ നമ്മുടെ കൂടെ ചേർന്ന് 24 hours നമ്മുടെ കൂടെ ചേർന്ന് ഇടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, കുടുംബ ബന്ധങ്ങൾ. ഇവരൊക്കെ ഹൃദയം പോലെയുള്ള ആൾക്കാരാണ്, നമ്മുടെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ? അത്തരത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാധാന്യവും ഹൃദയം പോലെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരുടെ പ്രാധാന്യമൊക്കെ വിവരിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി അയ്യപ്പ പണിക്കർ എഴുതിയ മനോഹരമായ കവിതയാണ് ഒപ്പമിടിക്കുന്നത്. നമുക്ക് കവിത ഒന്ന് പഠിച്ചാലോ? ഇപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ കവിത ഒന്ന് പഠിച്ചു പോകാം. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. സെറ്റലടാ, സെറ്റാക്കാട, ഇങ്ങ് പാടാ. ഓക്കെ. മടിച്ചു നിൽക്കയോ ഹൃദയമേ, നിന്റെ മിടിപ്പ് കൊണ്ടു നീ മടുത്തു പോകയോ. എന്താണ് മക്കളെ കവി ചോദിക്കുന്ന? വരി നോക്കണ മുത്തേ. മടിച്ചു നിൽക്കയോ ഹൃദയമേ, നീ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? നിന്റെ മിടിപ്പ് കൊണ്ട് നീ മടുത്തു പോകയോ? ഫുൾ ടൈം നീ ഇങ്ങനെ ടിപ്പ് 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 ഇടിച്ചുകൊണ്ട് നിന്നിട്ട് നീ മടുത്തു പോയോ എന്ന് കവി ചോദിക്കുകയാണ്. നിങ്ങളോട് ചോദിക്കലുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും എടാ നീ ഓക്കെ ആണോ? നീ ഓക്കെ ആണോടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഓക്കെ ആണോ ചക്കരെ മുത്തേ? നീ ഓക്കെ ആണോ ചോദിക്കലുണ്ടോ? ഞാനും ഇടയ്ക്കിടയ്ക്ക് സങ്കടപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിന്ന ഘട്ടത്തിൽ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരോ എൻ്റെ അമ്മയോ അച്ഛനോ ആരെങ്കിലും എന്നോട് നീ ഓക്കെ ആണോ, എടാ ജോബി നീ ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കണ്ണീര് കൊണ്ട് ഞാൻ മറുപടി പറയും, ഹാപ്പി, ഓക്കെയാണ്. എനിക്ക് സുഖമാണോ? സുഖമാണ്. ആ ഒരു ചോദ്യത്തിന് ഭയങ്കര പവറാ മക്കളെ. അതേപോലെ കവി ഹൃദയത്തോട് ചോദിക്കുകയാണ്, മടിച്ചു നിൽക്കുകയോ ഹൃദയമേ, നിൻ്റെ മിടിപ്പ് കൊണ്ട് നീ മടുത്തു പോകയോ? നീ മടുത്തു പോയോ? എത്ര നാളായി നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നിട്ട് അല്ലേ? 50-60 വർഷമായി എൻ്റെ കൂടെ തന്നെ. ഈ കവി ആ സമയത്ത് എനിക്ക് കവിത ആയിട്ടുണ്ടാവും 50 വയസ്സിൽ. ഇപ്പം കവി പറയാണ്, നീ മടുത്തു പോയോ? എത്ര നാളായി നീ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്നു, നീ മടുത്തു പോയോ എന്ന് കവി ചോദിക്കുകയാണ്. പറയൂ, നീ നിൻ്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ? ഹൃദയമേ, നീ ഒന്ന് പറ. നീ നിൻ്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ? നീ നിന്റെ തുടിപ്പ് മറന്നു പോയോ? പഴയ പോലെ നീ എന്താ ഉല്ലാസത്തിൽ ഉത്സാഹത്തിൽ ഇടിക്കാത്തത്? നിനക്ക് ആ പഴയ ചുറുചുറുക്കില്ല, നിനക്ക് പഴയ ആ ചുറുചുറുക്കോ പ്രസരിപ്പോ ഒന്നുമില്ല. നീ എന്താ ഹൃദയമേ പഴയ പോലെ ഒരു ആവേശത്തിൽ ഇടിക്കാത്തത് എന്ന് കവി സ്വയം ചോദിക്കുകയാണ്. ഹൃദയത്തോട് കവി ചോദിക്കുകയാണ്, അല്ല ഹൃദയമേ, നീ പഴയ പോലെ എന്താ ചക്കരെ പൊന്നും കൂടെ, നീ എന്താ പഴയ പോലെ ഇടിക്കാത്തത്? നിനക്ക് വയ്യേ? നീ മടുത്തു പോയോ എന്ന് കവി ഹൃദയത്തോട് ചോദിക്കുകയാണ്. മക്കളെ, നിങ്ങളെപ്പോഴും ചോദിച്ചിട്ടുണ്ടോ ഹൃദയത്തോട്, നീ ഓക്കെ ആണോടാ? നീ ഓക്കെ ആണോ ചോദിച്ചിട്ടുണ്ടോ?
അല്ലേ? മൂപ്പരൊന്ന് പണി അവസാനിപ്പിച്ച് നമ്മളൊക്കെ മരിച്ചു പോകൂലേ? ഇപ്പം കവി ഹൃദയത്തോട് ചോദിക്കുകയാണ്, നീ ഓക്കെ ആണോ? നീ മടുത്തു പോയോ, ക്ഷീണിച്ചു പോയോ എന്ന് കവി ചോദിച്ചു. പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തു പോയി സാർ. അല്ലേ? ഹൃദയം മറുപടി കൊടുത്തു. പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും എനിക്ക് പറയാൻ കുറച്ച് മടിയുണ്ട്, പറയേണ്ട കാലം അടുത്തു പോയി സാർ. പക്ഷേ പറയേണ്ട കാലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പറയേണ്ട കാലമായി, സമയമായി, ഞാനത് പറഞ്ഞേ പറ്റൂ എന്ന് ഹൃദയം പറയുകയാണ്. വളരെ നാളായി മിടിക്കുന്നു ഞാൻ ഈ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ. വളരെ നാളായില്ലേ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കൂട്ടിലെ കിളിയെ പോലെ. നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? ഹൃദയം ചോദിക്കുകയാണ്. ഒരുപാട് നാളായി ഇടിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ എന്ന് ഹൃദയം ചോദിക്കുകയാണ്. ഒരു കൂട്ടിലെ കിളിയെ പോലെ ഞാൻ ഇടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അല്ലേ? പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തു പോയി സാർ. പറയാൻ എനിക്ക് നല്ല മടിയുണ്ട്, പക്ഷേ പറയേണ്ട കാലം അടുത്തുപോയി. വളരെ നാളായി മിടിക്കുന്നു ഞാൻ ഈ പഴയ കൂട്ടിലെ ഇണക്കിളിയെ പോലെ. അല്ലേ? ഹൃദയം ഒരു കൂടലട. ഹൃദയത്തിൻ്റെ ഈ വാരികൾക്കിടയിൽ ഹൃദയമില്ലേ? ഇപ്പോൾ ഹൃദയം ഒരു കൂട്ടിനുള്ളിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലമായില്ലേ ഞാൻ നിൻ്റെ ഉള്ളിൽ തന്നെ കടന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും വർഷത്തിനിടയിൽ നീ ഇപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ ഓക്കെ ആണോ എന്ന്. ഞാൻ ഓക്കെ അല്ല, ഞാൻ ഓക്കെ അല്ല എന്ന് ഹൃദയം പറയാണ്. കവി ചോദിക്കുകയാണ് ഹൃദയത്തോട്, നീ ഓക്കെ ആണോ? നിനക്കെന്താ പഴയ ചുറുചുറുക്കില്ലാത്ത നീ അടിച്ചുകൊണ്ടിരിക്കുന്നേ? ഇപ്പം ഹൃദയം പറയാണ്, പറയുവാൻ അല്പം മടിയുണ്ട്, എനിക്ക് പറയാൻ കുറച്ച് മടിയുണ്ട്, പറയേണ്ട കാലം അടുത്തു പോയത് കൊണ്ട് പറയാണ്. നീ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ട് നീ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ ഞാൻ ഓക്കെ ആണോ എന്ന് ഹൃദയം കവിയോട് ചോദിക്കുകയാണ്. വളരെ നാളായി മിടിക്കുന്നു ഞാൻ ഈ പഴയ കൂട്ടിലെ ഇണക്കിളിയെ പോലെ. ഞാൻ നിൻ്റെ ഉള്ളിൽ ഒരുപാട് കാലമായി ഇടിച്ചുകൊണ്ടിരിക്കുന്നു, നീ ഇപ്പോഴെങ്കിലും എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചല്ലോ എന്ന് ഹൃദയം ചോദിക്കുകയാണ് കവിയോട്. തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ, തുടിച്ചു ഞാനകം തുടുത്തു വേണ്ട പോൽ മിടിച്ചു പോന്നതും മറക്കരുത് സാർ. കവി സാർ എന്നാണ് പറയുന്നത്. അല്ല മക്കളെ, ബഹുമാനത്തോടു കൂടി കവിയെ ഹൃദയം സാർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം കവിയോട് ഹൃദയം പറയാണ്, തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ. അല്ലേ? നിനക്ക് ഒരുപാട് ദുഃഖങ്ങൾ വന്ന സമയം, നീ കരഞ്ഞ സമയം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ ദുഃഖങ്ങളിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തരുണ സൗഖ്യങ്ങൾ തടവി നിന്നാൽ നിൻ്റെ സൗഖ്യങ്ങളിൽ, നിൻ്റെ സന്തോഷങ്ങളിൽ, നിൻ്റെ ആനന്ദങ്ങളിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹൃദയം പറയാണ്, തുടിച്ചു ഞാനകം തുടുത്തു വേണ്ടപ്പോൾ നിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാൻ തുടിച്ചു കൊണ്ടേയിരുന്നിരുന്നു. അല്ലേ? ഞാൻ മരിച്ചു വീഴാതെ, നീ മരിച്ചു വീഴാതെ നിൻ്റെ ജീവനെ കാത്തുകൊണ്ട് നിൻ്റെ സങ്കടങ്ങളിലും നിൻ്റെ സന്തോഷങ്ങളിലും ഞാൻ തന്നെ ഉള്ളിലുണ്ടായിരുന്നു, ഞാൻ തുടിച്ചു കൊണ്ടേയിരുന്നു എന്ന് ഹൃദയം പറയുകയാണ്. തുടിച്ചു ഞാനകം തുടുത്തു വേണ്ട പോൽ മിടിച്ചു പോന്നതും മറക്കരുത് സാർ. ഞാൻ നിൻ്റെ ഉള്ളിൽ കിടന്ന് നിന്റെ സങ്കടങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ, ഇടിച്ചു കൊണ്ടിരുന്ന ആ അനുഭവം നീ മറന്നു പോകരുത് എന്ന് കവിയോട് ഹൃദയം പറയുകയാണ്. അല്ലേ? ഇത് നല്ല വചനാണല്ലോ മക്കളെ. ആ ഹൃദയം പറയുകയാണ്, നിന്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നീയാണ് എന്നെ കാണാതെ പോയത്, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മക്കളെ, ഇതൊരു ചോദ്യമല്ലേ? ഈ വരികൾ ഒരു ചോദ്യമല്ലേ? ഈ ഹൃദയം പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് നല്ല മനുഷ്യരില്ലേ? നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മൾ ഒറ്റപ്പെടലിലും നമ്മളെ ചേർത്ത് നിർത്തിയവർ, നമ്മുടെ കണ്ണീരൊപ്പിയവർ, സങ്കടങ്ങളിൽ നമ്മളെ ചിരിപ്പിച്ചവർ, അവരെ നമ്മൾ കാണാതെ പോകുന്നില്ലേ? അവരെ നമ്മൾ അറിയാതെ പോകുന്നില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, ഇവരൊക്കെ നമ്മൾ കാണാതെ പോകുന്നു. നമ്മുടെ സങ്കടങ്ങളിലൊക്കെ അവർ നമ്മൾ കൂടി ഉണ്ടായിരുന്നവരാ. ഹൃദയം പോലെ അവരെ കൂടി ചേർത്താണ് കവി ഹൃദയത്തെ ഉപമിക്കുന്നത്. കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിൽ എപ്പോഴെന്നറിയില്ല സാർ. അല്ലേ? കഴിവ് പോലെ ഞാൻ തുടരും. ഇത്ര വർഷമായില്ലേ ഹൃദയം നിൻ്റെ കൂടെ ഉണ്ടായിട്ടല്ലേ? ഇത്ര വർഷമായി പ്രിയപ്പെട്ട കവി സാർ, ഞാൻ നിൻ്റെ കൂടെ തന്നെ. എനിക്കാവുന്ന എത്ര കാലം ഞാൻ നിൻ്റെ ഉള്ളിലിരുന്ന് ഇടിച്ചു കൊണ്ടേയിരിക്കും. വഴിയിൽ എപ്പോഴെന്നറിയില്ല സാർ. പക്ഷെ ഒരു ദിവസം ഞാൻ മരിച്ചു വീഴും. അത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നീയും മരിക്കും. പക്ഷെ ഞാൻ അനുവദിക്കില്ല. എനിക്കാവുന്നിടത്തോളം കാലം ഞാൻ നിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് കവിയോട് ഹൃദയം പറയുന്നു. കവി അവസാനം തിരിച്ചറിയുകയാണ് ഹൃദയത്തിൻ്റെ വിശുദ്ധി എന്താണെന്ന്. ശരി ഹൃദയമേ, നിനക്ക് നന്ദി. മുന്നറിവ് തന്നതിൽ കൃതജ്ഞനാണ് ഞാൻ. അല്ലേ? ശരി ഹൃദയമേ, നിനക്ക് നന്ദി. കവി തിരിച്ചറിഞ്ഞു ഈ അറിവ് തന്നതിൽ. ഹൃദയം പറയുകയാണ്, നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ സന്തോഷങ്ങളിൽ, നിന്റെ വേദനകളിൽ, നിന്റെ നിരാശകളിൽ എല്ലാം തന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ കൂടെ ആരും ഇല്ലാതിരുന്ന സമയത്തും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഹൃദയം കവിയോട് പറഞ്ഞു. അപ്പോഴൊന്നും നീ എന്നോട് ഈ ചോദ്യം ചോദിച്ചില്ല, ഞാൻ ഓക്കെ ആണോ എന്ന്.
ഇപ്പോൾ നീ ചോദിച്ചപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എത്ര വൈകിയാണ് നീ ചോദിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് നമ്മൾ ഒരു തരത്തിലും ഇഷ്ടം പ്രകടിപ്പിക്കൂല. അവസാനം അവർ നമ്മളെ കൂടെ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ചോദിക്കുക, അവരുണ്ടായിരുന്ന കാലം എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അല്ലേ. കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല പറയുന്ന പോലെ, ഹൃദയം ഉണ്ടാകുമ്പോൾ ഹൃദയത്തിൻ്റെ വില അറിയില്ല. ഹൃദയം പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെയും അമ്മേൻ്റെയും അനിയൻ്റെയും അനിയത്തിൻ്റെയും ഏച്ചിൻ്റെയും ഏട്ടത്തിൻ്റെയും സുഹൃത്തിൻ്റെ ആരും വില അറിയില്ല. ഇവിടെ കവി തിരിച്ചറിയാണ് ഹൃദയമായിരുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഹൃദയത്തോട് കവി നന്ദി പറയുന്നു. ഒറ്റപ്പെട്ടപ്പോഴും കരഞ്ഞപ്പോഴും ഒക്കെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹൃദയത്തെ കവി തിരിച്ചറിയുകയും ഹൃദയത്തോട് നന്ദി പറഞ്ഞ് ആനന്ദത്തിൽ സമാധാനത്തിൽ കവി എത്തുകയും ചെയ്യുന്നു. മിടിപ്പുകൾക്കിടയിൽ അനന്തകാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രമിച്ചുവെങ്കിലും അല്ലേ, മിടിപ്പുകൾക്കിടയിൽ അനന്തകാലങ്ങൾ അല്ലേ, നിൻ്റെ ഒരുപാട് ദിവസം ഞാൻ നിൻ്റെ ഓരോന്നും കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് കവി പറയുകയാണ്. മിടിപ്പുകൾക്കിടയിൽ അനന്തകാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രമിച്ചുവെങ്കിലും ശരിക്ക് നീ ചെയ്തുപകാരം മേലിൽ മറക്കുകയില്ല എനിക്കൊരേ സുഹൃത്ത് നീ. എനിക്ക് നീ ചെയ്തുപകാരം ഞാൻ മറക്കില്ല, എനിക്കൊരേ സുഹൃത്താണ് നീ എന്ന് കവിയോട് ഹൃദയം പറയുകയാണ് അല്ലേ, ഹൃദയത്തോട് കവി പറയുകയാണ് അല്ലേ. ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കിൽ ഞാൻ നിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിൽ ഞാൻ നിന്റെ ശബ്ദം കേട്ടിരുന്നില്ല, ഞാൻ നിന്നെ അറിഞ്ഞിരുന്നില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് കവി ഹൃദയത്തോട് പറയുകയാണ്. അതേപോലെ മനുഷ്യർ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ ആരെയും മൈൻഡാക്കൂല. നമ്മുടെ കൂടെ ഉണ്ടായ ചങ്ങായിമാരെയും നമ്മുടെ അച്ഛനെയും അമ്മേനെയും ആരും നമ്മൾ മൈൻഡാക്കൂല. നമ്മൾ ഏതൊക്കെയോ ആൾക്കാരെ പിറകെ അങ്ങ് പോകും. ഫോണിൻ്റെയും തിരക്കിൻ്റെയും ഇതുവരെ കൂടെ ഇല്ലാത്ത ഏതൊക്കെയോ ആൾക്കാരെ പിറകെ അങ്ങ് പോകും. ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ. അവസാനം എന്തെങ്കിലും മുട്ടം പണി കിട്ടി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ വില തിരിച്ചറിയും. അതേപോലെയാണ് ഇവിടെ കവി തൻ്റെ വേദനകളിൽ കവി തിരിച്ചറിയുകയാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹൃദയത്തിൻ്റെ മഹത്വത്തെ. ശരിക്ക് നീ ചെയ്ത ഉപകാരം മേലിൽ മറക്കുകയില്ല എനിക്കൊരേ സുഹൃത്ത് നീ അല്ലേ. നീ എനിക്ക് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല, നീ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് കവി ഈ കവിത അവസാനിക്കുന്നത് അല്ലേ. കവിത അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് മക്കളെ? ശരി, നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത് ഹൃദയമേ എന്ന് പറഞ്ഞാണ് കവി ഈ കവിത അവസാനിപ്പിക്കുന്നത്. നീയാണ് എൻ്റെ പ്രിയപ്പെട്ട യഥാർത്ഥ സുഹൃത്ത്. എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ സന്തോഷങ്ങളിലും എൻ്റെ ഒറ്റപ്പെടലിലും എൻ്റെ നിരാശകളിലും എൻ്റെ വേദനകളിലും എന്നോടൊപ്പം ആരുമില്ലാതിരുന്ന കാലത്തും നീ എൻ്റെ ഉള്ളിൽ ഒരു കിളിക്കൂട് പോലെ വന്ന് ഇടിച്ചുകൊണ്ടേയിരുന്നില്ലേ. ആ ഹൃദയമേ, നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന തിരിച്ചറിവിലാണ്, ആ നന്ദി പറച്ചിലാണ് കവിത അവസാനിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു പ്രതീകമാണ് ഹൃദയം. ഹൃദയം പോലെ നമ്മുടെ വേദനകളിലും നിരാശകളിലും സങ്കടങ്ങളിലും ഒറ്റപ്പെടലിലും നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സുഹൃത്തുക്കളും എല്ലാം. അവരെയും ഹൃദയം പോലെയാണ്. അവരെ നമ്മൾ തിരിച്ചറിയണം, അവരോട് നമ്മൾ നന്ദിയുള്ളവരായി തീരണമെന്ന ഒരു ആശയം കൂടി പങ്കുവെച്ചാണ് അയ്യപ്പ പണിക്കരുടെ മനോഹരമായ ഒപ്പമിടിക്കുന്ന കവിത അവസാനിക്കുന്നത്. ഈ കവിത സെറ്റലടാ, പഠിച്ചില്ലേ? ഇനി നമുക്ക് ഈ കവിതയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കി പോകാം അല്ലേ. ഓക്കെ, സമകാലിക ലോകത്ത് മക്കളെ ഇവർ നമ്മൾ എടുത്തു കഴിഞ്ഞാണ് ഇതാണ് സമകാലിക ലോകത്ത് ഈ വരികൾ എത്രമാത്രം ചർച്ചാവിധേയമാണ്. സമകാലിക ലോകത്ത് ഈ വരികൾ എത്രമാത്രം ചർച്ചാവിധേയമാണ് എന്നാണ് ചോദ്യം. നോക്കാം, നമുക്ക് വിശദമാക്കുക. ഓക്കെ, മലയാളത്തിലെ പ്രിയങ്കരനായ കവി അയ്യപ്പ പണിക്കരുടെ മനോഹരമായ കവിതയാണ് ഒപ്പമിടിക്കുന്നത് അല്ലേ. മലയാളത്തിലെ പ്രിയപ്പെട്ട കവിയാണ് ആര്? നമ്മുടെ അയ്യപ്പ പണിക്കരുടെ മനോഹരമായ കവിതയാണ് ഏത് ഒപ്പമിടിക്കുന്നത്. ആധുനിക കാലത്ത് നാം നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ മറന്നു പോകുന്നു. അങ്ങനല്ലേ സാറ് പറഞ്ഞ കറക്റ്റല്ലേ? നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ മറന്നു പോകുന്നില്ലടാ. നമ്മളെ കൂടെ നമ്മുടെ ചിരിയിലും നമ്മുടെ സന്തോഷത്തിലും ഒക്കെ ഉണ്ടായ ആൾക്കാർ, നമ്മൾ കരഞ്ഞപ്പോഴുള്ള നമ്മുടെ ആൾക്കാർ, അവരൊക്കെ നമ്മൾ മറന്നു പോകുന്നില്ലേ? അവരൊന്നും നമുക്ക് കിട്ടേയില്ല. എവിടെയാണ് അവർ പോയത്? നമ്മുടെ പുന്നാര തങ്കക്കുടങ്ങളായ ആൾക്കാരൊക്കെ നമ്മൾ മറന്നുപോയി. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഹൃദയം പോലുള്ള ആൾക്കാരാണ്. അവരൊന്നും മറന്നു പോകരുത്, അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത. ഈ മറന്നു പോകുന്ന ആൾക്കാരൊക്കെ ഒരു കാലത്ത് പ്രിയപ്പെട്ടവരോടൊപ്പം ആനന്ദിച്ചവരായിരിക്കും അല്ലെ. ഒരു കാലത്ത് പ്രിയപ്പെട്ടവരോടൊപ്പം ആനന്ദിച്ചവരാണ് ഈ മറന്നുപോയ ആൾക്കാരൊക്കെ. കവിതയിലേക്ക് വരുമ്പോൾ കവി തൻ്റെ വേദനയിലും സങ്കടത്തിലും കൂടെയുണ്ടായിരുന്ന ഹൃദയത്തെ കാണാതെ പോകുന്നു. കവി തൻ്റെ കൂടെയുണ്ടായിരുന്ന ഹൃദയത്തെ കാണാതെ പോവുകയാണ്. തൻ്റെ വേദനകളിലും തൻ്റെ സന്തോഷങ്ങളിലും കൂടെയുണ്ടായിരുന്ന ആൾക്കാരെ കവി കാണാതെ പോകുന്നു. പിന്നീട് തൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഹൃദയം
എന്ന് കവിത തിരിച്ചറിയുകയും ഹൃദയത്തോട് കവി നന്ദി പറയുകയും ചെയ്യുന്നു അല്ലേ. തൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് പിന്നീട് ഹൃദയം എന്ന തിരിച്ചറിവിലേക്ക് കവി എത്തുന്നു. ഇവിടെ ഹൃദയം ഒരു പ്രതീകമാണ്. ഹൃദയം ഇവിടെ ഒരു പ്രതീകമാണ് മക്കളെ. കാരണം എന്താണ്? നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നല്ല സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രതീകമായി ഇവിടെ ആര് മാറുന്നു? ഹൃദയം മാറുന്നു. തൻ്റെ കൂടെ ഉണ്ടായ ആൾക്കാരെ നാം തിരിച്ചറിയാൻ വൈകരുത്. അവർ ഈ കവിതയിലെ ഹൃദയം പോലെ നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ നമ്മൾ തിരിച്ചറിയാൻ വൈകരുതെന്നാണ് കവിതയിലൂടെ കവി പറയുന്നത്. അവർ നമ്മുടെ ഹൃദയം പോലെയുള്ളവരാണ്. നമ്മുടെ സങ്കടങ്ങളിലും വേദനകളിലും നിരാശകളിലും ആപത്തുകളിലും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. നമ്മുടെ സങ്കടങ്ങളിലും നിരാശകളിലും ആപത്തുകളിലും ഒക്കെ തന്നെ ഈ ഹൃദയം നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ലേ? അതേപോലെയാണ് നമ്മുടെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും. അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവരെ നമ്മൾ മറന്നു പോകരുതെന്ന് കൂടി കവി ഈ കവിതയോട് ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ അവരെ ചേർത്തു പിടിക്കേണ്ടതും അവരോടൊപ്പം ആയിരിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും തന്നെ ചേർത്തു പിടിക്കുക, നമ്മുടെ കൂടെ ആയിരിക്കുക, അവരെല്ലാം തന്നെ വിട്ട് കളയാതെ കൂടെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് കൂടാ ഒരു പ്രഖ്യാപനം കൂടിയാണ് കവി ഈ കവിതയിലൂടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, മുത്തുമണികളെ, ഈ ഹൃദയം എന്ന് പറയുന്നത് ചില്ലറ സംഗതിയല്ല. നമ്മുടെ ഉള്ളിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ മാത്രമല്ല, മറിച്ച് നമ്മുടെ അച്ഛനും അമ്മയും ആത്മാർത്ഥ സ്നേഹിതരും എല്ലാവരും തന്നെ നമ്മൾ ഹൃദയം പോലെ പ്രിയപ്പെട്ടവരാണ്. അവരെ നമ്മൾ വിട്ട് കളയരുത് എന്ന ആശയം കൂടി കവി കവിതയിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഇനി നമുക്ക് അയ്യപ്പ പണിക്കരുടെ ജീവചരിത്രം പെട്ടെന്നൊന്ന് പഠിച്ചു പോകാം. നമ്മൾ പ്രിയപ്പെട്ട കവിയെ കൂടി നമ്മൾ അറിയണമല്ലോ. അപ്പം അയ്യപ്പ പണിക്കർ മലയാള കവിയും സാഹിത്യ സൈദ്ധാന്തികൻ, അത് മലയാള സൈദ്ധാന്തികൻ സാഹിത്യ ചിന്തകൻ കൂടിയാണ് ആര്? ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തയാൾ എന്ന നിലയിലാണ് അയ്യപ്പ പണിക്കർ അറിയപ്പെടുന്നത്. അപ്പം ആധുനിക മലയാള സാഹിത്യം മുന്നോട്ടേക്ക് കൊണ്ടുവന്ന ആളാണ് അയ്യപ്പ പണിക്കർ. കുരുക്ഷേത്ര എന്ന കവിതയിലൂടെ ആധുനിക യുഗം കവിതയിൽ കൊണ്ടുവന്ന കവിയാണ് അയ്യപ്പ പണിക്കർ. അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആണോ, നല്ല വായിച്ചിരിക്കാൻ പറ്റിയ നല്ല മനോഹരമായ കവിതകളാണ് അയ്യപ്പ പണിക്കരുടെ കവിതകൾ എന്ന് പറയുന്നത്. പ്രഗത്ഭനായ അധ്യാപകൻ, വിമർശകൻ, ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു. നാടകം, ചിത്രരചന, സിനിമ തുടങ്ങിയ മാധ്യമങ്ങളിലും സാന്നിധ്യം അറിയിച്ചിരുന്നു അല്ലേ. ഇതിലൊക്കെ സാന്നിധ്യം അറിയിക്കാൻ ആർക്ക് സാധിച്ചു? അയ്യപ്പ പണിക്കർ സാധിച്ചു എന്നാണ് പറയുന്നത്. 1930 സെപ്റ്റംബർ 12 ആലപ്പുഴ ജില്ലയിൽ ജനിച്ചു. 1930 സെപ്റ്റംബർ 12 എവിടെ ജനിച്ചത്? ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം ജനിച്ചു. അമേരിക്കയിൽ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് MA PhD ബിരുദങ്ങൾ നേടി. കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായും പ്രവർത്തിച്ചു. അയ്യപ്പ പണിക്കരുടെ കൃതികൾ കുരുക്ഷേത്രം, പൂക്കാതിരിക്കാനാവതില്ലേ, ഗോപികാദണ്ഡകം, മൃത്യുപൂജ എന്നിവ പ്രധാന കൃതികളാണ് അയ്യപ്പ പണിക്കരുടെ. മക്കളെ 2-3 കൃതികളൊന്നും മനപ്പാടാക്കണം. ആസ്വാദനക്കുറിപ്പോ ആശയം വ്യക്തമാക്കാനോ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമല്ലോ. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഉള്ളൂർ അവാർഡ്, ആശാൻ പ്രൈസ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി. 2006 ഓഗസ്റ്റ് 23 അദ്ദേഹം മരണപ്പെട്ടു. ഒരുപാട് അവാർഡുകൾ നേടിയില്ല. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഉള്ളൂർ അവാർഡ്, ആശാൻ അവാർഡൊക്കെ നേടിയ മഹാപ്രഗത്ഭനായ കവിയാണ് ആര്? മക്കളെ അയ്യപ്പ പണിക്കർ. അതുകൊണ്ടാണ് ഈ കവിതയ്ക്ക് മനോഹരമായ ഒരു മുഖച്ഛായ നമുക്ക് കാണാൻ സാധിക്കുക. സെറ്റല്ലേ? ഇനി നമുക്ക് ഈ കവിതയിലെ പുതിയ പദങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചാലോ? നിങ്ങൾക്ക് സംശയമുണ്ടാകുന്ന ഒരുപാട് പുതിയ പദങ്ങൾ ഈ കവിതയിലുണ്ട്. എന്തൊക്കെയാണ്? തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലെങ്കിൽ തൃപ്തി എന്നർത്ഥം. ഈ കവിത തുഷ്ടി എന്നൊരു പദം വരില്ലേ? ഇപ്പം സന്തോഷം അല്ലെങ്കിൽ തൃപ്തി എന്നർത്ഥം വരും. തരുണ സൗഖ്യം, യുവത്വത്തിൻ്റെ സൗഖ്യം. തരുണ സൗഖ്യം, യുവത്വത്തിൻ്റെ സൗഖ്യം അല്ലേ? യുവാവായിരുന്ന കാലത്തിലും ആരുണ്ടായിരുന്നു? ഈ ഹൃദയം കൂടെ തന്നെ ഉണ്ടായിരുന്നു. കവിയുടെ ഓരോ വളർച്ചാഘട്ടങ്ങളിലും ഹൃദയം കൂടി ഉണ്ടായിരുന്ന എന്ന് കാണിക്കാൻ വേണ്ടിയാണ് തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാളെന്ന പദപ്രയോഗത്തിലൂടെ കവി അർത്ഥമാക്കുന്നത്. തുടിപ്പ് വെച്ചാൽ മിടിപ്പ്, ഇടിക്കുക. കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ. ഞാൻ കൃതജ്ഞനായി എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവനായ എന്നർത്ഥം. അനന്തകാലങ്ങൾ, നീണ്ട കാലയളവുകൾ എന്നർത്ഥം. അനന്തകാലം വെച്ചാൽ നീണ്ട കാലങ്ങൾ. ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഇതൊക്കെ പുതിയ പദങ്ങളാണ്, നമുക്ക് സംശയമുള്ള പദങ്ങളാണ്. അതുകൊണ്ടാണ് സാർ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഒപ്പമിടിക്കുക എന്ന കവിതയ്ക്ക്, അല്ലെങ്കിൽ ഒപ്പം ഇടിക്കുന്ന എന്ന കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാണ് ചോദ്യം. നോക്കാം നമുക്ക്. എപ്പോഴും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ നല്ലൊരു ആമുഖം വേണം, തുടക്കം വേണം അല്ലേ? ഇപ്പം എഴുത്തുകാരുടെ പേരൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിലേക്ക് കടക്കാൻ. ആധുനിക മലയാള കവിതയിലെ വേറിട്ട ശബ്ദമായ
ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കവിതാ സമാഹാരത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഒപ്പമടിക്കുന്നത് അല്ലേ. പകലുകൾ രാത്രികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം, അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ചെറിയൊരു ഭാഗമാണ് ഏത്, നമ്മുടെ ഒപ്പമിടിക്കുക എന്ന കവിത. ഒപ്പമിടിക്കുന്ന എന്ന കവിത കവിത ആരംഭിക്കുന്നത് തൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ ആശങ്കാകുലനായ കവിയുടെ ചോദ്യത്തോടെയാണ് അല്ലേ. കവിത ആരംഭിക്കുന്നത് എവിടെയാ മക്കളെ? ആ ഹൃദയത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൽ ആശങ്കാകുലനായ കവിയുടെ ചോദ്യത്താണ്. കവിയുടെ ചോദ്യത്തോടു കൂടിയാണ് ഹൃദയം ആരംഭിക്കുന്നത്. എന്താ നീ പഴയ പോലെ ഇടിക്കാത്തത് എന്ന കവിയുടെ ചോദ്യത്തിലൂടെയാണ് എന്ത് ആരംഭിക്കുന്നത്, കവിത ആരംഭിക്കുന്നത്. ഹൃദയത്തിൻ്റെ താളം തെറ്റുന്നുണ്ടോ? ഇത്രയും കാലം വിശ്രമമില്ലാതെ മിടിച്ചതുകൊണ്ട് അത് ക്ഷീണിച്ചു പോയോ എന്ന സംശയമാണ് കവിക്കുള്ളത് അല്ലേ. ഇത്ര കാലവും നീ എൻ്റെ കൂടെ ഇരുന്ന് ഇടിച്ചുകൊണ്ടേ ഇരുന്നില്ലേ, നീ ക്ഷീണിച്ചു പോയോ എന്ന സംശയമാണ് കവി മുന്നോട്ട് ഹൃദയത്തോട് പങ്കുവയ്ക്കുന്നത്. ഇതിനുള്ള ഹൃദയത്തിൻ്റെ മറുപടി വിനയത്തോടെയും എന്നാൽ ശക്തമായ ഓർമ്മപ്പെടുത്തലോടെയുമാണ്. എന്നാൽ ഹൃദയനിൽ കവിയുടെ ചോദ്യം, ഇത്ര നാളും നീ എന്താ ശക്തിയോടെ ഇടിച്ചിരുന്നിട്ടും ഇപ്പോഴെന്നാ നീ പഴയ ആ ആർജവത്തോടും ആവേശത്തോടും ഇടിക്കാതിരിക്കുന്നത് എന്ന കവിയുടെ ചോദ്യത്തിന് ഹൃദയം താഴ്മയായ വിനയത്തോടു കൂടി മറുപടി പറയുകയാണ്. എങ്ങനെ മറുപടി പറഞ്ഞേ? ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഹൃദയം മറുപടി പറയുന്നത്. പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തുപോയി സാർ അല്ലേ. പറയാൻ കുറച്ച് മടിയുണ്ട്, പക്ഷേ പറയേണ്ട കാലം അടുത്തുപോയി സാർ എന്നാണ് കവിയോട് ഹൃദയം പറയുന്നത്. എന്ന് തുടങ്ങുന്ന മറുപടി ഹൃദയം ഒരു സ്വതന്ത്ര വ്യക്തിത്വമായി മാറുന്നതിന് തെളിവാണ്. ഹൃദയം ഒരു സ്വതന്ത്ര വ്യക്തിത്വമായി മാറി അത് മറുപടി പറയുകയാണ്. എങ്ങനെ മറുപടി പറയുന്നത്? പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ വളരെ കാലമായി താൻ ഈ ശരീരത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരുപാട് കാലമായില്ലേ ഞാൻ ഈ ശരീരത്തിൽ തന്നെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടിലെ കിളിയെ പോലെ എന്ന് കവിയോട് ഹൃദയം മറുപടി പറയുകയാണ്. അത് സാക്ഷ്യപ്പെടുത്തുന്നു കവിയുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായി അല്ലേ. കവിയുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായി താൻ ഒരേപോലെ മിടിച്ചിരുന്നു എന്ന സത്യം അങ്ങ് മറക്കരുതെന്ന് ഹൃദയം വിനയത്തോട് ഓർമ്മിപ്പിക്കുന്നു അല്ലെ. ഞാൻ അങ്ങയുടെ സുഖത്തിലും ദുഃഖത്തിലും അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഇടിച്ചുകൊണ്ടിരുന്നു, എന്നെ നീ മറന്നു പോകരുതെന്ന് കൂടി കവിയോട് ആര് ഓർമ്മപ്പെടുത്തുകയാണ് മക്കളെ? ഹൃദയം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ. നിന്റെ വേദനകളിലെ, നിന്റെ സന്തോഷങ്ങളിലെ, നിന്റെ സങ്കടങ്ങളിലെ, നിന്റെ നിരാശകളിലെ എല്ലാം തന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ കരഞ്ഞ് അലറി വിളിച്ചപ്പോൾ ആരോരുമില്ലാതെ നീ ഒറ്റപ്പെട്ട് ഏകനായി മുറിയിൽ അടച്ചിരുന്ന് കരഞ്ഞ് വിതുമ്പിയപ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ നീ കാണാതെ പോകരുത് എന്നുകൂടി ഹൃദയം കവിയെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഹൃദയം ഒരു സുപ്രധാനമായ മുന്നറിയിപ്പ് നൽകുന്നു. തുടർന്ന് ഹൃദയം കവിക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്താ കൊടുക്കുന്നത്? തൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ മിടിപ്പ് തുടരുമെങ്കിലും അല്ലേ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇടിച്ചുകൊണ്ടേയിരിക്കും, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം പറയാണ്. ഈ യാത്ര പാതി വഴിയിൽ എപ്പോൾ അവസാനിക്കുമെന്ന് തനിക്ക് നിശ്ചയമില്ല അല്ലേ. എൻ്റെ യാത്ര എപ്പോഴാണ് അവസാനിക്കുക അതും എനിക്ക് നിശ്ചയമില്ല എന്ന് കവിയോട് ഹൃദയം പറയാണ്. മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ഈ സൂചന കവിയെ ഒരു തിരിച്ചറിവിലേക്കാണ് നയിക്കുന്നത്. മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ കൊടുക്കുന്നത്. മരണം അത് അല്ലേ, മരണത്തിൻ്റെ അനിവാര്യത. എപ്പോൾ വേണമെങ്കിലും ഞാൻ മരിച്ചു പോകാം. കാരണം എന്താണ്? ഹൃദയം ഇല്ലാതായ ഹൃദയം പറയാണ് എപ്പോൾ വേണമെങ്കിൽ ഞാൻ നിന്ന് പോകാം, ഇപ്പോൾ നീ മരിച്ചു പോകാം, പക്ഷേ എൻ്റെ അവസാന തുടിപ്പ് വരെ ഞാൻ നിനക്ക് വേണ്ടി പൊരുതും നിലനിൽക്കുമെന്നുകൂടി ഹൃദയം കവിയെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ഈ സൂചന കവിയെ ഒരു തിരിച്ചറിവിലേക്കാണ് നയിക്കുന്നത്. ആ സത്യം തുറന്നു പറഞ്ഞതിന്, ആ മുൻകരുതൽ നൽകിയതിന് കവി തൻ്റെ ഹൃദയത്തോട് നന്ദി രേഖപ്പെടുത്തുകയും അതിനോട് താൻ കൃതജ്ഞനാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു അല്ലേ. കവി ഹൃദയത്തോട് നന്ദി പറയുകയാണ്, കവി ഹൃദയത്തോട് ചേർന്നിരിക്കുകയാണ്. നിൻ്റെ വേദനകളിലും നിൻ്റെ നിരാശകളിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു, അതിനെ നീ മറക്കരുതെന്ന് ഹൃദയം പറഞ്ഞപ്പോൾ കവി ഹൃദയത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് കവി ഹൃദയത്തോട് നന്ദി പറയുന്നു. ശരി, നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത്, ഞാൻ നിന്നെ മനസ്സിലാക്കാതെ പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് കവി തിരിച്ചറിയുകയാണ്. തനിക്ക് വേണ്ടി മാത്രം ഇടിക്കുന്ന ഹൃദയമല്ലാതെ മറ്റൊരു ആത്മാർത്ഥ സുഹൃത്ത് തനിക്കില്ല എന്ന് കവി ഏറ്റുപറയുന്നു. അങ്ങേയറ്റം ലളിതവും എന്നാൽ അഗാധവുമായ ഒരു ദർശനമാണ് ഈ കവിത മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പരമപ്രധാനമായ ചിന്ത സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചായിരിക്കണം എന്ന വലിയൊരു ഉൾക്കാഴ്ചയാണ് ഈ കവിത വായനക്കാരൻ സമ്മാനിക്കുന്നത് അല്ലേ. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം.
നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ആരോഗ്യമാണ് നമ്മൊന്നും ചെയ്യരുത്, ആരോഗ്യമാകണം പ്രധാനം എന്ന തിരിച്ചറിവും ഈ കവിത നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നു. ലളിതമായ ഭാഷയും സംഭാഷണ ശൈലിയും ഈ കവിതയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. ലളിതമായ ഭാഷയിലുള്ള ഈ കവിത ആൾക്കാർക്ക് കൂടുതൽ എന്താണ് ഒരു ഹൃദ്യമായ വായന അനുഭവം നൽകുന്നു. അടുത്ത ചോദ്യം, വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ഹൃദയത്തെ ആത്മസുഹൃത്തായാണ് കവി സങ്കല്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഹൃദയത്തെ ആത്മാർത്ഥ സുഹൃത്തായിട്ടാണ് കവി സങ്കല്പിക്കുന്നത്. ഇതിനെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. നോക്കാം നമുക്ക്. കവി അയ്യപ്പ പണിക്കരുടെ ഒപ്പം ഇടിക്കുന്നതെന്ന കവിതയിൽ കവി തൻ്റെ ഹൃദയത്തെ ഒരു ഉറ്റ സുഹൃത്തായി സങ്കല്പിക്കുന്നു അല്ലേ? കവി തൻ്റെ ഹൃദയത്തെ ഉറ്റ സുഹൃത്തായി സങ്കല്പിക്കുകയാണ്. ആരോരും ഇല്ലാതിരുന്ന കാലത്തും നീ എനിക്ക് വേണ്ടി ഇടിച്ചിരുന്നുവല്ലോ, നീ എൻ്റെ ഉറ്റ സുഹൃത്താണെന്ന് കവി തിരിച്ചറിയുകയാണ്. കവിതയുടെ തുടക്കത്തിൽ തന്നെ ഹൃദയത്തെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് മടിച്ചു നിൽക്കയോ ഹൃദയമേ എന്ന് ചോദിക്കുന്നത് കവിയും ഹൃദയവും തമ്മിലുള്ള സ്നേഹത്തെയും അടുപ്പത്തെയും സൂചിപ്പിക്കുന്നു അല്ലേ? മടിച്ചു നിൽക്കുന്നോ ഹൃദയമേ ചോദിക്കുമ്പോൾ കവി ഹൃദയം തമ്മിലുള്ള സ്നേഹബന്ധത്തെ തന്നെയാണ് തുടക്ക ഭാഗത്തിലേക്ക് കാണിക്കുന്നത്. ഒരു ഉറ്റ സുഹൃത്തിൻ്റെ ദുഃഖത്തെക്കുറിച്ച് തിരക്കുന്നത് പോലെ ഹൃദയത്തിൻ്റെ പഴയ ചൈതന്യം നഷ്ടമായതിനെക്കുറിച്ചോർത്ത് കവി ഉത്കണ്ഠപ്പെടുന്നു. ഹൃദയത്തിൻ്റെ പഴയ ചൈതന്യം നഷ്ടമായതിനെക്കുറിച്ചോർത്ത് കവി ഉത്കണ്ഠപ്പെടുകയാണ് ചെയ്യുന്നത്. ഹൃദയം നൽകുന്ന മറുപടി താൻ കവിയുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഹൃദയം ഒരുപാട് മറുപടി കൊടുക്കുകയാണ്. കവിയുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയം മറുപടി കൊടുക്കുകയാണ്. ജീവിതത്തിൽ കനത്ത ദുഃഖങ്ങൾ പേമാരിയായി പെയ്തിറങ്ങിയപ്പോഴും സന്തോഷത്തിൻ്റെ ഇളം കാറ്റ് തലോടിപ്പോയപ്പോഴും അതിനൊത്തു തുടിച്ച് താൻ ഒപ്പം നിന്നിരുന്നു എന്ന് ഹൃദയം പറയുമ്പോൾ അത് ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ കൂറും ആത്മാർത്ഥതയുമാണ് വെളിപ്പെടുത്തുന്നത് അല്ലേ? യഥാർത്ഥ സുഹൃത്തിൻ്റെ ആത്മാർത്ഥതയും കൂറുമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. തുടർന്ന് ഹൃദയം ഒരു സുപ്രധാനമായ മുന്നറിയിപ്പ് നൽകുന്നു. അവസാനം ഹൃദയം ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആർക്ക്? കവിക്കൊരു മുന്നറിയിപ്പ് കൂടി ഹൃദയം കൊടുക്കുന്നുണ്ട്. എന്താണ് മക്കളെ? തൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ മിടിപ്പ് ഞാൻ തുടരുമെങ്കിലും ഈ യാത്ര പാതി വഴിയിൽ എപ്പോൾ അവസാനിക്കുമെന്ന് തനിക്ക് നിശ്ചയമില്ല എന്ന് ഹൃദയം കവി അറിയിക്കുന്നു. ഞാൻ ഒരുപാട് കാലമായില്ല നിൻ്റെ കൂടെ തന്നെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഞാൻ ഇടിക്കാതെ ആകും, ഹാർട്ട് അറ്റാക്ക് വന്ന് ചിലപ്പോൾ ഞാൻ അങ്ങ് വീണു പോകും, പക്ഷെ നീയും മരിച്ചു പോകും. പക്ഷേ അതുവരെ ഞാൻ പൊരുതുമെന്ന ഉറപ്പും ഒരു ബോധ്യവും ഒരു തിരിച്ചറിവും കവിക്ക് ഹൃദയം കൊടുക്കുകയാണ്. കവി താൻ അറിയാതെ പോയ ആത്മാർത്ഥ സുഹൃത്തിനെ ഇവിടെ തിരിച്ചറിയുന്നു. ഒടുവിൽ കവി തൻ്റെ ഹൃദയത്തെ ഒരേ ഒരു ആത്മസുഹൃത്തായി പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനം ഹൃദയത്തോടുള്ള കവിയുടെ ആഴമായ സ്നേഹത്തെയും മമതയെയും വെളിപ്പെടുത്തുന്നു. ഹൃദയത്തോടുള്ള ആഴമായ സ്നേഹവും മമതയും കവി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. തനിക്ക് വേണ്ടി മാത്രം ഒരു പ്രതിഫലവും കൂടാതെ മിടിക്കുന്ന ഹൃദയമല്ലാതെ, തനിക്ക് വേണ്ടി മാത്രം ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയമല്ലാതെ മറ്റൊരു ആത്മാർത്ഥ സുഹൃത്തും തനിക്കില്ല എന്ന തിരിച്ചറിവാണ് കവിയെ ഈ സങ്കല്പത്തിലേക്ക് എത്തിക്കുന്നത് അല്ലേ? മറ്റൊരു ആത്മാർത്ഥ സുഹൃത്ത് തനിക്കില്ല എന്ന തിരിച്ചറിവാണ് കവിയെ ഈ സങ്കല്പത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് സാരം. അടുത്ത ചോദ്യം എന്താ മക്കളെ? തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ. ഈ വരികളിലെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം കണ്ടെത്തി എഴുതുക. ഈ വരികൾ എന്തൊക്കെയാണ് ആകർഷകമാക്കുന്നത് നോക്കാം നമുക്ക്. ഹൃദയം കവിയോട് സംസാരിക്കുന്ന സന്ദർഭത്തിലെ ഈ വരികൾക്ക് ആകർഷകത്വം നൽകുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ആദ്യമായി ശബ്ദമങ്ങി നൽകുന്ന അക്ഷരങ്ങളുടെ ആവർത്തനമാണ് ഒരു പ്രധാന ഘടകം. ത എന്ന അക്ഷരത്തിൻ്റെ ആവർത്തനം ശ്രദ്ധേയമാണ് അല്ലേ? തടിച്ച ദുഃഖങ്ങൾ തരുണ സൗഖ്യങ്ങൾ അല്ലേ? തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ. ഇവിടെ തടിച്ച ദുഃഖങ്ങൾ തകർത്തു എന്നതും തരുണ സൗഖ്യങ്ങൾ തടവി എന്നതും വരികൾക്ക് ആകർഷകമാക്കുന്നു. ത എന്നതിൻ്റെ ആവർത്തനം. പിന്നെയോ അർത്ഥതലത്തിൽ ഈ വരികളിലെ മനോഹരമായ പ്രയോഗങ്ങളും ബിംബങ്ങളും വായനക്കാരെ ആകർഷിക്കുന്നു. ദുഃഖങ്ങളെ തടിച്ച ദുഃഖങ്ങൾ എന്നും തകർത്തു പെയ്ത മഴയായും ചിത്രീകരിക്കുന്നത് ദുഃഖങ്ങളുടെ കടുപ്പത്തെയും തീവ്രതയും സൂചിപ്പിക്കുന്നു അല്ലേ? തടിച്ച ദുഃഖങ്ങളും തകർത്ത പെയ്തതും എന്ന് പറയുന്നത് ആ ദുഃഖങ്ങളുടെ ആ വേദനകളുടെ തീവ്രതയെ കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ. ഈ വരികൾ ഈ കവിതയ്ക്ക് ആസ്വാദ്യകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് സാരം. അപ്പം മുത്തുമണികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഒപ്പം ഇടിക്കുന്നത് എന്ന അയ്യപ്പ പണിക്കരുടെ മനോഹരമായ കവിത പഠിച്ചു. ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഹൃദയത്തെ പോലെയുള്ള നമ്മുടെ അച്ഛനും അമ്മയും ആത്മാർത്ഥ സുഹൃത്തുക്കളെയും എല്ലാവരെയും കുറിച്ചും നമ്മൾ ബോധ്യവാന്മാരാകണം. ഏതുപോലെ? നമ്മുടെ ഹൃദയം പോലെ എന്നാണ് കവി പറയുന്നത്.
നമ്മുടെ ജീവിതം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, ഹൃദയം ശ്രദ്ധിക്കുക. ഹൃദയം പോലെ നമ്മുടെ കൂടെ ഉണ്ടായ ആൾക്കാരെ നമ്മൾ അറിയാതെ പോകാതിരിക്കരുത്. അവരെയും കൂടി നമ്മൾ ശ്രദ്ധിക്കുക, പരിഗണിക്കുക, ചേർത്ത് പിടിക്കുക എന്ന മനോഹരമായ വിപ്ലവമായ ജീവിതത്തിൻ്റെ ആസ്വാദ്യകരമായ വലിയ ആശയങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്ന ആധുനിക കവിതയ്ക്ക്, ആധുനിക മലയാള കവിത സാഹിത്യ ലോകത്തിന് തുടക്കം കുറിച്ച അയ്യപ്പ പണിക്കരുടെ കവിതയാണ്. മനോഹരമായ സമകാലിക പ്രസക്തിയുള്ള കവിതയാണ് ഏതു മക്കളെ നമ്മുടെ ഒപ്പമിടിക്കുന്നത്. ഈ കവിതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഹൃദയം പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ അറിഞ്ഞ് ജീവിതത്തിന് ഒരു അർത്ഥവും പൊരുളും കണ്ടെത്താൻ എൻ്റെ മക്കൾ ശ്രമിക്കുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം ഈ എക്സാമിനർ. ബൈ.